ഞാൻ കറി വെക്കാനാ ഷിജുമോനോട് പറഞ്ഞാ ഷിജുമോൻ മേടിച്ചു വരും. ഇങ്ങോട്ട് നോക്കിക്കേ. ആ ഇല്ല ഇല്ല ഒരാൾ വീഡിയോ പിടിക്ക്. ഞാനാണ് ശരണ്യ ഇതൊക്കെ പറഞ്ഞത്. ഞാൻ മീൻ മേടിക്കാനേ പറഞ്ഞുള്ളൂ. നീ ഇനി വല്ലതും കൂടുവാ? തേങ്ങ ഇന്നലെ മേടിച്ചിട്ട് പോകും. ഉടനെ കണ്ട ഇതാണ് ഒരു വരുന്ന കൂട്ടിക്കൊണ്ടിരിക്കും. മറ്റേ ഇതാണ് ചൊറകാണെങ്കിൽ പോലും ദൈവാധീനം ഉണ്ട്. തേങ്ങ ഇവിടെ കിടക്കച്ചത് തന്നെ തേങ്ങ ഇന്നലെ ഒരെണ്ണം മേടിച്ചായിരുന്നു. ഇത് എന്നെ പിന്നെ മേടിപ്പിച്ചെന്നെ. തേങ്ങ മാത്രം മതിയല്ലോ. അപ്പൊ പിന്നെ ഈ എല്ലാം കൂടി തേങ്ങ ഉള്ള കാര്യം തേങ്ങ കൂടി മേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചന്നയുടെ പുറകിൽ ഒരാൾ തെങ്ങ് കയറുന്നുണ്ട്. പുള്ളിയുടെ ഒരു തേങ്ങ ഇട്ട് തരാൻ പറ. കണ്ട വെളിച്ചെണ്ണ. ആ പിന്നെ വെളിച്ചെണ്ണ വേണം, തേങ്ങ വേണം, തേയില വേണം, പിന്നെ എന്താണ് ഏതായാലും അച്ഛൻ പോയിട്ടൊക്കെ വാ. അപ്പൊ ആ നേരത്ത് ഞങ്ങളൊരു വെറൈറ്റി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ മീൻ മേടിച്ച് ഇങ്ങോട്ട് വരണ്ട. മീൻ മേടിച്ച് എന്തിനാ പറയലെന്നാണ് പറഞ്ഞത്. ആ മനസ്സിലായല്ലേ? ആ അമ്മ പറഞ്ഞത് തേയില മറക്കല്ലേ കേട്ടേ. അമ്മക്കറിയാൻ മേല ഇവിടെ വീഡിയോ എടുക്കുന്നു എന്ന്. അമ്മ അവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തിനാണ് അമ്മ ഞാൻ പറഞ്ഞ പാത്രം കഴുകുകയാണ്. വെറുതെ ശരനെ കളിപ്പിക്കാട്ടാ. വെറുതെ സർസേ ഇങ്ങോട്ട് വെറുതെ വരാൻ വേണ്ടിയാണ്. വെറുതെ 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 കൈയിരിക്കട്ടെ കളി. ഞാൻ പോയി അച്ഛനോട് ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മള് മറ്റേ ഓട്സ് കൊണ്ടാണ് ശരണി എന്നോട് നേരത്തെ ഓട്സ് കൊണ്ടൊരു ശരണി എന്തെങ്കിലും കണ്ട പിന്നെ അതുകൊണ്ടുള്ള പരീക്ഷണം. അപ്പൊ ഈ ഓട്സ് കൊണ്ട് തന്നെയാണ് പരിപ്പ് വട പോലത്തെ ഒരു ഐറ്റാണ് ഓട്സ് കൊണ്ടുള്ള ഒരു പുതിയ ഐറ്റാണ് അല്ലേ. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ എല്ലാരും പോയി നമുക്ക് ഒന്നിച്ച് അടുക്കളയിലായിട്ട് പോകാം. അച്ഛൻ ആ നേരത്ത് പോയി സാധനം മേടിച്ചോണ്ട് വരട്ടെ അല്ലേ. അതെ. അപ്പൊ ശരണ്യ ആ നേരത്ത് ഉടുപ്പൊക്കെ ഒന്ന് മാറിയത്. ഈ ഉടുപ്പ് എനിക്കിഷ്ടമല്ല. ഈ ഉടുപ്പൊക്കെ എപ്പോഴും ഇടണ ഉടുപ്പാണ്. ഒരു ശരി ശരി അതൊക്കെ നല്ല കാര്യം. അപ്പൊ നമുക്ക് അല്ല തുണിക്കട മൊത്തം ഇങ്ങോട്ട് എടുത്തിട്ട് പോരാ. അതാകുമ്പോ സന്തോഷാകുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഉടുപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ശരണ്യ ഒന്ന് പറഞ്ഞു കൊടുത്തേ കൂട്ടുകാരോട് എന്തൊക്കെ വേണമെന്ന്. ഓട്സ് വേണം അല്ലേ? അപ്പൊ പിന്നെ ഇനി എന്നാ വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞേക്കാം. ക്യാരറ്റ് വേണം, സവോള വേണം, കൂടാതെ ഉപ്പും വേണം. ഹായ് മക്കളെ, ഇന്ന് ഞാൻ സവോള അരിഞ്ഞു കൊടുക്കട്ടെ. അതെ, അമ്മയാണ് ഇന്ന് സവോള അരിയാൻ പോണത്. അങ്ങനത്തെ ശരണ്യ ക്യാരറ്റ് ഒക്കെ ചീവി എടുക്കുന്നുണ്ട്. പെട്ടെന്നുള്ള പരിപാടിയാ. അമ്മയാണെങ്കിൽ ഇത് സവോളയൊക്കെ അരിയാൻ പോണേ. അതെ, അരിഞ്ഞോണ്ടിരിക്കുന്നു. അതെ, അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് ചീവി എടുത്താ മാത്രം കിടക്കട്ടെ. ക്യാരറ്റ് നല്ലതല്ലേ? ഇത് ചെറുതായിട്ട് അരിയണം. സാധാരണ അരിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്ക. ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അമ്മ അമ്മയായിട്ട് ഉരച്ചെടുക്കാന്ന്. ഉരച്ചെടുക്കുവാ.
അങ്ങനെ നമ്മുടെ ക്യാരറ്റും സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലേ? കണ്ടോ, നല്ല ചെറിയ ചെറിയ പീസായിട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം അല്ലേ? ആ, പിന്നെ പാത്രം കഴുകി തന്നു അമ്മ. ഇനി അതിലാണ് കൂട്ടണത് അല്ലേ? അപ്പൊ അങ്ങനെ ഓട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇന്ന് രണ്ടുപേരും ഇന്നും ചുമപ്പുമാണ്. അതന്നെ, അമ്മ ഇടണേൻ്റെ അന്ന് തന്നെ ശരണ്യയും ചുമപ്പാണ് ഇടുന്നത്. കൂട്ടുകാരി അങ്ങനെ അതെ നമ്മുടെ ശരണ്യ അതെ അത് കുഴച്ചണ്ടിരിക്കുകയാണ് അല്ലേ? ആ, വെള്ളം ചേർത്തതേ കണ്ട നമ്മള് ഓട്സും ഇതും കൂടി അങ്ങോട്ട് കുഴച്ചണ്ടിരിക്കുകയാണ്. ഇനി കുഴച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ അമ്മയും സഹായിക്കാനുണ്ട്. അച്ഛനാണെങ്കിൽ വന്നിട്ടില്ല, മീൻ മേടിക്കാൻ പോയിട്ട് അച്ഛൻ വന്നിട്ടില്ല. ആ, അച്ഛൻ വരും. അച്ഛൻ ചിലപ്പോൾ അച്ഛൻ പോയെന്ന് ഇച്ചിരി താമസിച്ചല്ലേ വരാറുള്ളൂ. എന്നാണ് എണ്ണ ഒഴിച്ചല്ല ചെയ്യണത്. നമ്മുടെ കൂട്ടുകാരെയൊക്കെ കണ്ടതേ വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുഴച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. ആഹാ, അപ്പൊ നമ്മുടെ അമ്മയും കൂട്ടത്തിൽ കണ്ട അമ്മേ, ഇത് അമ്മക്ക് വേണ്ടിയുള്ള സ്പെഷ്യലാണ്. കാരണം ഓട്സ് കൊണ്ട് അമ്മക്കാണ് ഏറ്റവും കൂടുതൽ. അതെ. ആഹാ, ശരണ്യ ആ ഉണ്ട ഉരുട്ടിയിട്ട് ഇങ്ങനെ ആക്കിയാ കണ്ട കൂട്ടുകാരനെ കണ്ട. അങ്ങനെ ഇങ്ങനെയാണ് ചെയ്യണത്. ഓരോന്നും ഇങ്ങനെ എടുത്ത് ഓരോ ഷേപ്പാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. അതെ അതെ. അമ്മേ, അമ്മക്ക് ഇനി മുതൽ ഓട്സ് കൊണ്ട് ഇതുപോലെയൊക്കെ ഇണക്കി തരുന്നതാണ്. ഏതായാലും അടിപൊളി ആയിട്ടാണ്. അപ്പൊ ഇതൊന്ന് വെന്തിട്ടൊക്കെ നമുക്ക് കാണിക്കാം. മൂത്താ? ആ അതെ, മൂത്തിട്ടൊക്കെ ഉണ്ട് അല്ലേ? ആ അതെ അതെ. ആ കൂട്ടുകാരെ അങ്ങനെ അതൊക്കെ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ അങ്ങനെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി ശരണ്യ അടിപൊളി ആയിട്ടാണ് കണ്ട. അതേ പരിപ്പ് വട പോലെയൊക്കെ തന്നെ അല്ലേ? അടിപൊളിയാണ്. ആ നല്ലതാണോ? അടിപൊളിയാ. ഉപ്പുമാവ്. അപ്പൊ കൂട്ടുകാരെ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. നിങ്ങൾ തരുന്ന കമന്റ് ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതെ. അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാം. പിന്നെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ആയി വന്നപ്പോൾ അച്ഛനില്ല, അച്ഛൻ മീൻ മേടിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ കാണിക്കാത്തത്. അപ്പം ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ